Hello guys, ഇന്നത്തെ വീഡിയോ സ്റ്റഡി വിത്ത് മീ ആണ്. സോ ഇറ്റ്സ് മീ സേബ മറിയം. Welcome to my Edits by Zeba vlog. Today I'm going to doing study with me. അപ്പോൾ ഞാൻ കുറേ ദിവസം ഇങ്ങനെ വിചാരിക്കുന്നു ചെയ്യണമെന്ന് ബിസിയാണ് ഗൈസ്. ക്രിസ്മസ് എക്സാം അല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സോഷ്യൽ ആവട്ടെ, അറബിക് ആവട്ടെ, ഹിന്ദി ആവട്ടെ, ഭയങ്കര ടഫാണ് എനിക്ക് അതൊക്കെ. അതുകൊണ്ട് എനിക്ക് പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, വീഡിയോയിലെ ഷോർട്സ് സ്റ്റഡി വിത്ത് മീയുടെ. അപ്പം അതിലേറ്റവും കമൻറ്റ് വന്നിട്ടുള്ളത് ഇവരാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഡി വിത്ത് മീ ചെയ്യോന്ന്. ഫൈനലി ഞാൻ ചെയ്യാൻ വിചാരിച്ചു. ബിക്കോസ് ഐ എം ഫ്രീ നൗ. ടുമോറോ ഐ ഹാവ് ഇംഗ്ലീഷ് എക്സാം. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് എക്സാം അല്ല, ഈസിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്തേക്കാം. അവിടുത്തെ ഇങ്ങനെ നീട്ടി പോയാൽ നമ്മളത് ക്യാൻസലാവും. പിന്നെ വെക്കേഷന് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ചെയ്താൽ പിന്നെ ഡബിൾ ഓക്കെ ആവും. ഇപ്പം ഞാൻ ഓൾറെഡി ഫ്രീ ആണ്. ബിക്കോസ് ഇംഗ്ലീഷ് എനിക്ക് ഓൾറെഡി നല്ല ഈസിയുള്ള ടഫാണ്, അല്ല ഈസിയുള്ള എക്സാമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല, പഠിച്ചെടുക്കാൻ പറ്റും. ബിക്കോസ് അത് ഹിന്ദി, സോഷ്യൽ, അറബിക്കൊക്കെ എനിക്ക് ഭയങ്കര ടഫായതുകൊണ്ട് തന്നെ എനിക്കതൊന്ന് ആ ദിവസം തന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. എക്സാം വരാൻ പോകുന്ന ദിവസം തന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ബിക്കോസ് പഠിത്തം തന്നെയാണ്, എനിക്ക് ഫോൺ തൊടാൻ പറ്റിയില്ല. ഫ്രീ ആകുമ്പോഴൊക്കെ പഠിച്ച് കഴിയുമ്പോഴൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് ഷോർട്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും. വീഡിയോ ആണ് പിന്നെ എനിക്ക് കുറേ ലോങ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ചതിൻ്റെ കാര്യമില്ല, വേഗം വീഡിയോയിലേക്ക് പോവാം. ഇതുകൊണ്ട് എനിക്ക് എക്സാമിൻ്റെ ക്ലാസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും പഠിക്കണ്ട. ബിക്കോസ് ഇംഗ്ലീഷ് ഓൾറെഡി കഴിഞ്ഞ ദിവസം എനിക്ക് ഓണം എക്സാമിന് 14 ആണ് തോന്നുന്നത്, ഓർമ്മയില്ല. അതൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന എക്സാമിന് എനിക്ക് 25 അല്ലെങ്കിൽ 25 മാർക്കെന്ന് തോന്നാറില്ല. 25 എനിക്ക് 25 ഒരു 20, 19 കിട്ടണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കിട്ടിയാൽ ഓക്കെ എന്ന് പറയും, കിട്ടിയില്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ ആക്കും. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പം ഇംഗ്ലീഷ് ആദ്യമേ പഠിക്കുകയാണ്. ഇംഗ്ലീഷ് പാർട്ട് 1 ആണ്. ഇംഗ്ലീഷ് ഓൾറെഡി എനിക്ക് വായിക്കാനൊക്കെ ഈസിയൊക്കെയാണ്. ചെറിയൊരു അക്ഷരത്തെറ്റേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിൽ ചോദിക്കുന്ന പ്രൊഫൈല് ചോദിക്കും, പിന്നെ ഡയറി ചോദിക്കും, ടോട്ട്സ് ചോദിക്കും. ഏതെങ്കിലും ഒരാൾ ഒരു പ്രൊഫൈല് ചോദിക്കും. അത് നമ്മൾ ഒരു മിനിമം ഞാൻ ജസ്റ്റ് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ബിക്കോസ് അത് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഈസിയൊക്കെ ആവും. അത് ഈ ചാപ്റ്ററാണോ അല്ലെങ്കിൽ മറ്റേ ചാപ്റ്റർ തന്നെ ആയിരിക്കും. പേജ് നമ്പർ 74. അബൌട്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ തിക്സുക്കു പറ്റുന്നില്ല. അതിൻ്റെ താഴെ എന്നൊരു ജാപ്പനീസ് റൈറ്റർ എന്ന് പറഞ്ഞതില്ലേ, അതിങ്ങനെ ചോദിക്കും. ഏതെങ്കിലും ഒരാളെ പ്രൊഫൈൽ എന്നിട്ട് അത് നമ്മൾ എഴുതി കൊടുക്കണം. ഇങ്ങനെയാണോ എനിക്കറിയില്ല. ചിലപ്പം ഞാൻ ഒരു എക്സാമിൻ്റെ ഇത് കണ്ടതാണ്. എങ്ങനെയാവാൻ എനിക്കറിയില്ല, സോറി കേട്ടോ. ഇങ്ങനെ നല്ലതായിരിക്കും. ഇതുപോലെ പഠിച്ചെടുത്തോളൂ. ചിലപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ആൾ ചോദിക്കും. പിന്നെ തോട്ട്സ് ചോദിക്കും, അതൊക്കെ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആയോ ഒരു എക്സാമിലൊക്കെ ചോദിക്കുന്ന തോട്ട്സൊക്കെ ഉറപ്പായിട്ട് ചോദിക്കും. തോട്ട്സ് ഡയറി എന്നെ പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ഇംഗ്ലീഷൊന്ന് വായിച്ച് നോക്കാം. ഞാൻ ഫ്രോസൺ ലാൻഡ് ഓൾറെഡി വായിച്ചതാണ്. ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു, പക്ഷേ അത് അപ്ലോഡ് ആക്കാൻ വിചാരിച്ചു. പക്ഷേ അതിനകത്ത് ഒരു ക്ലിയർ ആയിട്ടില്ല വീഡിയോ. അതുകൊണ്ടാണ് ഭയങ്കര ഒരു ക്ലിയർ ഇല്ലാത്ത വീഡിയോ. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും എടുക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. എന്നുവെച്ചാൽ കുറേ ദിവസം ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. എൻ്റെയും സബ്സ്ക്രൈബേഴ്സിൻ്റെ ആഗ്രഹമാണ് ഞാൻ ഇടണമെന്ന്. ബിക്കോസ് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുക. ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തപ്പം എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ വീഡിയോ ചെയ്യോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ്.
ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ എന്തായാലും അപ്പം ഫ്രീ അല്ലേ ചെയ്തേക്കാം വിചാരിച്ച്. സോ അങ്ങനെയാണ് ചെയ്യാൻ വിചാരിച്ചത്. ഫേസ് റിവീൽ ഞാൻ ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. ഒരു 1K അടിക്കുമ്പം ചെയ്യാം എന്നെ പ്രതീക്ഷിക്കാം. ബിക്കോസ് ഇറ്റ്സ് മൈ അതുകൊണ്ട് എനിക്ക് കേട്ടാ. The story of my life. The beginning of my life was simple and much like every other little life. I come, I save, I conquered as the first baby in the family. Always those. There was the usually amount that discussed on a name. For me, the first baby in the family was not to be lightly named. Everyone was emphatic about that. My father suggested the name of Mildred Campbell. She was one of our നമുക്ക് ഈ ചാപ്റ്ററിന് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് അത് ഫുള്ളും വായിച്ചെടുക്കാം. ബിക്കോസ് എനിക്ക് ഈ ചാപ്റ്റർ ചെറുതായിട്ടൊരു ടഫെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ ചെറിയൊരു മനസ്സിലാവാത്ത പോലെയാണ്. അപ്പോൾ വീണ്ടും വായിച്ചെടുത്താൽ നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് ചിലർക്കത് ഈസി ആവും. ചിലപ്പോൾ ഈ ചാപ്റ്റർ തോട്ട്സ് വരാം, ഡയറി വരാം, ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ വരും, പറയാൻ പറ്റില്ല. ഞാൻ അല്ലാതെ എക്സാം ചെയ്തിട്ടല്ല, അതുകൊണ്ട് എനിക്കങ്ങനെ അറിയുന്നില്ല. അവിടെ she was one of our highly esteemed ancestor, but in the extent of crying me to church, my friend forgot the name of the way. When the church minister asked him for it, he gave the name Hild Adam. I showed many signs of an eager, self-asserting disposition. When I was still a baby, I insisted upon imitating everything that I saved other people doing at the 6 months. I could peep out how they. One day I attracted everyone's attention by saying T quite plainly. Even after my lines, I remember one of the words I had learned in those early months. It was the word water. I tried to make some sound for that word after all other speech was lost. I stopped making the sound wah wah only when I learned to spell the word. ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് പഠിച്ചു. ബിക്കോസ് എൻ്റെ കൂടെ എനിക്ക് ചില സമയത്ത് അക്ഷരതെറ്റൊക്കെയുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ ഇന്ന് ഒരു നല്ല ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. അത് മതി. പഠിക്കണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ച പഠിക്കാം. പക്ഷേ ചിലർക്കത് മനസ്സിലാവത്തില്ല, ചിലർക്കത് മനസ്സിലാവും. പിന്നെ നിങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ഇന്നലത്തെ എക്സാം, പിന്നെ ഇന്നത്തെ ഹിന്ദി, പിന്നെ ഹിന്ദിയും സോഷ്യലും അറബിക്കും ഉറുദും സംസ്കൃതം മലയാളം ഫസ്റ്റ് ഈസി ആയിരുന്നു. അതൊക്കെ ഈസി ആയിരുന്നു, ടഫാണെങ്കിൽ കമൻറ്റ് ചെയ്യും. എനിക്ക് ഹിന്ദി കുഴപ്പമില്ല, ആവറേജ് പറയാം. പക്ഷേ സോഷ്യൽ എക്സാമിനർ പറയുന്ന പോലെ ആയിരിക്കും വരാം. എക്സാമിന് പറഞ്ഞ പോലെ തന്നെ വന്നത്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. സി ഗ്രേഡ് പ്രതീക്ഷിക്കാം, ഹിന്ദിക്കും സി ഗ്രേഡ് പ്രതീക്ഷിക്കാം, അറബിക്ക് ഡി ഗ്രേഡ് പ്രതീക്ഷിക്കാം. ബിക്കോസ് അറബിക്ക് കുറച്ച് ടഫായിട്ട് തന്നെ എക്സാം ക്ലാസ്സൊക്കെ അങ്ങനെയൊന്നും ഫുള്ളും കണ്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പാടാം. അപ്പോൾ അറബിക്ക് ടപ്പിൾ എന്ന് പറയാം.
ഈ അടുത്ത് നമുക്ക് വായിക്കാം. They tell me I walked a day. I was a year old. My mother had just died. ഓക്കെ, നമ്മളിത് വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ലോങ് ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ തന്നെ ടൈമില്ല. എനിക്ക് ഇംഗ്ലീഷും കൂടി കുറച്ച് ചാപ്റ്ററൊക്കെ പഠിച്ചെടുക്കാനുണ്ട് എക്സാമിനർ കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യാൻ നോക്കാം മിനിമം ഫ്രീ ആകുമ്പോൾ. ലോങ് ആയിട്ടാണ് ഞാൻ ലോങ് ആയിട്ട് എടുക്കുന്നില്ല. ഞാൻ എന്തായാലും നാളെ ഇടാൻ നോക്കാം. നാളെ കഴിഞ്ഞാൽ എനിക്ക് മറ്റന്നാൾ ഏത് എക്സാമാണ് നാളെ കഴിഞ്ഞാൽ ഓർമ്മയില്ല കേട്ടോ. ബേസിക്കാവാൻ ചാൻസ് ഇല്ല. ബേസിക്കാവാൻ എനിക്ക് കുഴപ്പമില്ല, ഈസിയാണ്. എല്ലാ ചാപ്റ്റർ ഓരോ ദിവസം വരുമ്പോൾ തന്നെ എല്ലാ ചാപ്റ്റർ വായിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല. അത് മാത്രമല്ല, എല്ലാ ദിവസവും എക്സാം എടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ ചാപ്റ്ററൊക്കെ തീരുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കാര്യം പറയുന്നത് വെച്ചാൽ എക്സാമിൻ്റെ മുമ്പ് എല്ലാ ചാപ്റ്ററൊക്കെ എക്സാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ ദിവസം ഇങ്ങനെ റിവൈസ് എടുക്കുമ്പം കുഴപ്പമില്ല, ഈസിയാണ് എനിക്ക്. പിന്നെ ഒരു ക്ലാസ്സിന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല ഈസി ആയിരിക്കും. ബേസിക് സയൻസിൻ്റെ ഇംഗ്ലീഷ് എനിക്ക് അതേപോലെ തന്നെയാണ്. ഞാൻ ഓരോ ദിവസം വന്ന് വായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയതുകൊണ്ട് എനിക്കൊരു ക്ലാസ് കണ്ടാൽ തന്നെ എനിക്ക് അത് മനസ്സിലായിക്കോളും. പ്രൊഫൈൽ കുറച്ച് എനിക്ക് ടഫാണ്. അതുകൊണ്ട് തന്നെ പ്രൊഫൈൽ പഠിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര പാടാം. കുഴപ്പമില്ല, ആവറേജിന് പറയാം. നിങ്ങളെന്ത് ഭാഷ, എൻ്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ വീട് കൊല്ലമാണ്. മൈ ഫാദേഴ്സ് ഹോം ഇസ് കൊല്ലം, മൈ മദേഴ്സ് ഹോം ഇസ് കോഴിക്കോട്. സോ ദാറ്റ്സ് വൈ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അത് മാത്രമേ സ്പീഡായിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെയൊക്കെ കാണും. അതൊക്കെ പോട്ടെ, നമുക്ക് നേരെ വീട്ടിലേക്ക് വന്ന് സംസാരിച്ചതിന് ഇപ്പോൾ എത്രയായി? 12.78 ഹവേഴ്സായി. മിനിറ്റ്. ഇനി നമുക്ക് ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിങ് വായിക്കാം. ഈ ചാപ്റ്റർ എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ബിക്കോസ് ഇതിൽ ചോദിക്കുന്നത് ചിലപ്പം എനിക്കറിയില്ല ചോദിക്കുന്നത് ഏതൊക്കെയാണ്. നമുക്കെല്ലാം പഠിച്ചെടുക്കാം. അതാണ് പിന്നെ ഡയറി തോട്ട്സൊക്കെ എനിക്കെല്ലാം ഈസി ആയിരിക്കും. പ്രൊഫൈലിൽ മാത്രമേ എനിക്ക് ആ വീഡിയോ കണ്ടാൽ ഈസി ആവാം. പിന്നെ കോൺവെർസേഷൻ എല്ലാ എക്സാമിനും ഉണ്ടാവുന്നതാണ്. അത് ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, ഏതെങ്കിലും ചാപ്റ്ററിൽ ചോദിക്കും. എപ്പോഴും വാക്ക് വരുന്നത് ചിലപ്പം പഠിക്കാത്തതാവാം, പഠിച്ചതുമാവാം, പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇതാണ് എൻ്റെ സ്റ്റഡി റൂം. ഇത് എൻ്റെ ഇക്കാക്കയുടെ റൂമാണ്. എൻ്റെ റൂം അവിടെയാണ്. ബിക്കോസ് എനിക്ക് ഇവിടെ വന്ന് പഠിക്കുന്ന ഒരു വേറെ വൈബ് തന്നെ. എൻ്റെ ടേബിളിൽ പഠിക്കുമ്പോൾ എനിക്ക് ബുദ്ധി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഇക്കാക്കിൻ്റെ ടേബിൾ വന്ന് പഠിച്ചാൽ കുറച്ച് ബുദ്ധി കിട്ടും. എന്താ അറിയില്ല, ചില സിബ്ലിങ്സ് ഉള്ള ആൾക്കാർക്ക് ഇത് റിയൽ ടേബിൾ ആയിരിക്കും. റിയാലിറ്റി ആയിരിക്കും. ടേബിളായിരിക്കും. അപ്പം നമുക്ക് ചാപ്റ്റർ 1 ഓൾറെഡി എനിക്ക് അറിയാവുന്നതാണ്. കുഴപ്പമില്ല. ലാഫിങ് സോങ് ഇസ് മൈ ഫേവറേറ്റ് സോങ്. ബിക്കോസ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ എന്ന് വെച്ചാൽ the song the sweet chose ha of ha 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 ha. That was amazing. എനിക്ക് പാട്ട് പാടാൻ എനിക്കറിയില്ല. ഇത് ഞാൻ വായിച്ചു തരാം. അപ്പം നിങ്ങൾ പറ ഇതിൽ എൻ്റെ വേഴ്സ് നല്ലതാണോ ചീത്തരാണോ? ഓക്കെ, ready, steady, go. Laughing song. When the grey woods laugh with the words of joy, and the dimpling streams runs laughing by, when the air does laugh with our merry wit,
and the green hell laugh with the walls of it. When the meadows laugh with lively green and green's hopper will laugh. The merry scene when Mary and Susan and Emily with the sweet brown mouth sing ha ha ha. When the painted birds laugh in the shade, where the bell with cherries and nuts its bread. Come and live and be merry and join with me to sing the sweet tunes of ha ha ha. എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്, ബിക്കോസ് ചിലർക്കത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലായിരിക്കും. എങ്ങനെയുണ്ട് എന്നെ താഴെ കമൻറ്റ് ചെയ്യും. ഞാനിത് ഒച്ചത്തിൽ പാടേണ്ട അറിയില്ല, ഒരു ഇതിൽ പാടേണ്ട അറിയില്ല. തലക്ക് നല്ല വേദനയുണ്ട്, തലയൊക്കെ കറങ്ങുന്ന പോലെ. കുറച്ച് വെള്ളം കുടിച്ചിട്ട് തരാം ഗൈസ്. ഓക്കെ ഗൈസ്, വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്, കുടിച്ചു. അത് പറയാൻ പറഞ്ഞേ. ഇപ്പം എന്തിനാ തോന്നി എനിക്കിത് പാടിയുണ്ടാവില്ല. തലക്ക് നല്ല കറങ്ങുന്ന പോലെയായിരുന്നു. എനിക്ക് ചില സമയത്ത് സൗണ്ട് ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോഴില്ലേ തലക്കൊരു വല്ലാത്തൊരു ഇരുമ്പടിച്ച പോലെ തന്നെ എനിക്ക് തലക്ക് കറങ്ങും. കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറും എന്നിട്ടില്ലായിരുന്നു. കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ആ മാത്രമല്ല, എനിക്ക് എൻ്റെ ചെറിയൊരു പനി ലക്ഷണമുണ്ട്, തുമ്മലുണ്ട്. തുമ്മലിങ്ങനെ തുമ്മി എന്ന് നോക്കാം എന്താവുന്ന് തലയ്ക്കുമ്പോൾ തുടിക്കും. ഓക്കെ, എൻ്റെ ആക്ടിവേഴ്സ് ഓൾറെഡി ഞാൻ പഠിച്ചതാണ്. സത്യം പറയാലോ, എനിക്ക് സ്റ്റഡി വിത്ത് ഇങ്ങനെ എടുക്കാറില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിക്കൂട്ടി എടുക്കുകയാണ് സത്യം. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി വിചാരിച്ച് ചെയ്യണമെന്ന്. പിന്നെ അത് മാത്രമല്ല, സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ് നമ്മൾ നടത്തി കൊടുക്കണ്ടേ, കുട്ടികൾ നമ്മൾ നടത്തി കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച് നടത്തി കൊടുക്കാറ്. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായി ചെയ്യണമെന്ന്. ബട്ട് മടിയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഫ്രീ അല്ലേ, എടുക്കാം. ഫോണെടുത്ത് വെച്ച് നാളെ എടുക്കാം. ഇപ്പം ഫ്രീ അല്ലേ, ഇവിടെ എടുക്കാം. ഫ്രീ അല്ല, ബിക്കോസ് ഞാൻ പഠിക്കുകയാണ്. എക്സാമിന് മുമ്പ് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് പഠിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഫാമിലി അങ്ങനെയല്ല, always supporting me, so that's why in the family always supporting her. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് തമാശക്ക് പറഞ്ഞിട്ട് അങ്ങനെ നല്ലേ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരീരം വല്ലാതെ, അതുകൊണ്ട് ഓക്കെ. പിന്നെ ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ, ആ ചാപ്റ്റർ എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എന്നാലും ഞാൻ വായിച്ചെടുക്കണില്ല, ബിക്കോസ് ഈ വീഡിയോ അത്ര ലോങ് ആക്കണ്ടായിരുന്നില്ല. ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ലോങ് അല്ലേ പറഞ്ഞെനിക്ക്. പക്ഷേ എനിക്ക് സമയമില്ല ഗൈസ്. ഇപ്പം തന്നെ ഒരു 8 മണിയൊക്കെ ആവാറായി. 8 മണിയായെന്നാ തോന്നുന്നത്. ക്യാമറ എടുത്തോണ്ട് തന്നെ എനിക്ക് ടൈമിൽ നോക്കാൻ പറ്റില്ല. നമുക്ക് പാർട്ട് 2 ഡോട്ട്സ് ഓഫ് ഡാറിങ് വരെ എത്തിയിട്ടേ ഉള്ളൂ. അവിടെ വരെ എത്തി. നല്ല ചൂടുണ്ട് ഗൈസ്.
ഇവിടെ ഈ ഫാനെന്ന് വെച്ചിട്ടുണ്ടല്ലേ, ഞാൻ പറയുന്നൊന്നും കേൾക്കൂല, അതാണ്. ഓക്കെ, ഫാമിലി വരുന്നുണ്ട് നോക്കിയത്. ഈ ഫാനിട്ട് ഞാൻ എന്താ പറയുക, ഈ ഫാനിട്ടാൽ പിന്നെ ഞാൻ പറയുന്നത് കേൾക്കില്ല, അതുകൊണ്ട് എനിക്ക് ചൂടെടുക്കുന്നത്. അതുകൊണ്ട് ഫാനിട്ടാത്തൊരു ഭയങ്കര വലിയൊരു സൗണ്ട് പോലെ ഈ ഫാനിന്. അതുകൊണ്ട് ഞാൻ കാണിച്ചത് ഇങ്ങനെയാണ്. ഓക്കെ കോളെ, ഞാൻ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ലേ? ഞാൻ പറയുന്നത് ഇപ്പോൾ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ചിലവർക്ക് അത് കേൾക്കാൻ പറ്റും, ചിലവർക്ക് അത് കേൾക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. നോക്കിക്കോ, ഇപ്പം ഞാൻ 1-ലിട്ട, ഇപ്പം നിങ്ങൾ പറയും 3-ൽ 2-ലൊക്കെ ഇട്ടൂടെ. ഇപ്പം ഞാൻ 2-ലിട്ട എന്തായിരിക്കും അവസ്ഥ നോക്കാം. നിങ്ങൾ കളിക്കണം, ഓഫാക്കാം, അതാ നല്ലത്. ഓക്കെ ഗൈസ്, അസ്സലാമലൈക്കും. റഞ്ചി മാജിക് ബാറ്റ്. ഈ ചാപ്റ്റർ വെച്ച റഞ്ചിയുടെ മാജിക് ബാറ്റിൻ്റെ കുറിച്ചാണ്. റഞ്ചിക്ക് ക്രിക്കറ്റ് കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അവൻ്റെ മാമനല്ലേ ആരോ സോറി അവളുടെ മിസ്റ്റർ കുമാർ അവൾക്കൊരു മാജിക് ബാറ്റ് കൊടുത്ത്. അവിടെ ബസ്സിൽ വെച്ചിട്ടുണ്ട് മാജിക് ബാറ്റ് മിസ്സായി. അപ്പോൾ അതേ സമയത്ത് അവൾ മിസ്റ്റർ കുമാർക്ക് പറഞ്ഞ് മിസ്റ്റർ കുമാർ എന്ത് അവൾക്കൊരു മാജിക് ബാറ്റ് കൊടുത്ത്. അങ്ങനെ കഥ.